പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഇരിക്കാം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയും സ്നേഹവും ബഹുമാനമുള്ള അഭിവന്യ ഫ്രാൻസിസ് തിരുമേനി, പ്രിയപ്പെട്ട തിരുമേനി കൊച്ചമ്മ, ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ അച്ഛൻ, വന്യ വൈദിക ശ്രേഷ്ഠർ, ഈ സഭയുടെ വികാരി റവറൻഡ് ബെൻ ആൽബർട്ട് അച്ഛൻ, സഭാ ശുശ്രൂഷകർ, വിശിഷ്ട വ്യക്തികൾ, ഗായസംഘാംഗങ്ങൾ, സഭാജനങ്ങൾ, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. എരുമാപ്ര സെൻറ്റ് പീറ്റേഴ്സ് CSI സഭ ഒരു പുണ്യഭൂമിയാണ്. ഈ സഭ അതിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോടൊത്ത് എനിക്കും എൻ്റെ കൂടെ വന്ന ചാപ്ലൈൻ സിബി അച്ഛനും ആയിരിക്കുവാൻ ഇടയായതിൽ ഏറെ സന്തോഷമുണ്ട്. ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഈ പുരാതനമായ ദേവാലയത്തിൻ്റെ ജൂബിലി ആരാധനയിൽ ഇതിലേക്ക് എന്നെ ക്ഷണിച്ച ഏറ്റവും ബഹുമാനമുള്ള അഭിവന്യ തിരുമേനിയോടും വന്യ ഇടവക വികാരി അച്ഛനോടും സഭയുടെ ഭരണസമിതി, ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ, നിങ്ങളോടെല്ലാവരോടുമുള്ള ഹൃദയംഗമായ നന്ദിയും ഞാൻ പ്രകാശിപ്പിക്കുന്നു. അഭിവന്യ തിരുമേനി പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കായും പ്രത്യേകിച്ച് തിരുമേനിയോടുള്ള നന്ദിയും ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഈ മനോഹരമായ ദേവാലയത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പമായിരിക്കുവാൻ ലഭിച്ചത് ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ 150ൻ്റെ ജൂബിലിയിൽ എനിക്ക് വന്ന് പങ്കെടുക്കുവാൻ അവസരമുണ്ടായി എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. ഈ ദേവാലയം അതിമനോഹരമായിരിക്കുന്നു. നിങ്ങളോടൊത്ത് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗ്യമാണ്. ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് നന്ദിയും സ്തോത്രവും കൊണ്ട് നിറയുകയാണ്. മൺമറഞ്ഞു പോയ സഭാപിതാക്കന്മാരെ, ഹെൻറി ബേക്കർ ജൂനിയർ ഉൾപ്പെടെയുള്ള മിഷണറിമാരെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. അവരുടെ ആ മനോഹരമായ സാക്ഷ്യത്തിൻ്റെ മുമ്പിൽ എൻ്റെ ആദരാഞ്ജലികൾ ഞാൻ അർപ്പിക്കുകയാണ്. ഈ സഭ 175 വർഷം പിന്നിടുമ്പോൾ ദൈവം ഈ സഭയെ നടത്തി ഇത്രത്തോളം വളർത്തി. അഭിവന്യ തിരുമേനി എന്നോട് പറയുകയായിരുന്നു, ഈ പ്രദേശത്തെ ആദ്യത്തെ പള്ളി ഇതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഇതൊരു പുണ്യഭൂമിയാണ്. ഹെൻറി ബേക്കർ ജൂനിയർ ഈ സ്ഥലത്ത് വന്ന് 1848-49 ഇവിടെ ഒരു ആരാധനാ സമൂഹം
അദ്ദേഹത്തിൻ്റെ ആ ദർശനത്തിൻ്റെ ഫലമായി ഉണ്ടായി. ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. പിൻതലമുറക്കാരായി ഇവിടെ ആരാധിച്ചിരുന്ന വൈദികർ, അൽമായ നേതാക്കന്മാർ, ഇവിടുത്തെ സഭാജനങ്ങൾ, നമ്മളുടെയൊക്കെ പൂർവ്വ മാതാപിതാക്കന്മാർ, അവരുടെയൊക്കെ ജീവിതത്തിനായി, സാക്ഷ്യത്തിനായി നന്ദി അർപ്പിക്കുന്നു. എരുമാപ്രാ സെൻറ്റ് പീറ്റേഴ്സ് സഭ ഈ മഹാ ഇടവയിൽ മാത്രമല്ല, പ്രത്യേകിച്ച് മധ്യകേരള മഹാ ഇടവയിലും ഏറെ പരിചിതമായ ഒരു സഭയാണ്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് എന്നോട് ചില അച്ഛന്മാർ സൂചിപ്പിച്ചു, ഈ പള്ളിയിൽ ഒരു സമയത്ത് അവർ ഇടവക പട്ടക്കാരായി സേവനം ചെയ്തവരാണ്. അതുകൊണ്ട് മധ്യകേരള മഹാ ഇടവയിലെ പല ആളുകളുടെയും മനസ്സിൽ ഈ ദേവാലയവും ഈ സഭയുമുണ്ട്. അഭിവന്ദ്യ തിരുമേനി സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാവരും ഒന്നാണ്. അതുകൊണ്ട് ഈ സഭയുടെ ഈ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇപ്പോഴത്തെ ബിഷപ്പിൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ നിങ്ങൾക്ക് മധ്യകേരള മഹാ ഇടവയുടെ എല്ലാ ആശംസകളും ഞാൻ അറിയിക്കുന്നു. ഈ സഭയെയും ഈ ഡയസിസിനെയും പ്രത്യേകിച്ച് സെൻറ്റ് പീറ്റേഴ്സ് ഇടവയെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിനായി, സാക്ഷ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ എല്ലാവരും തന്നെ വലിയ മനസ്സിൻ്റെ, ഹൃദയത്തിൻ്റെ ഉടമകളാണ്. അതുകൊണ്ട് തന്നെ ഈ സഭയുടെ, പള്ളിയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി നിങ്ങൾ മനസ്സ് തുറന്ന് സഹായിച്ചു. ആ ലിസ്റ്റ് വളരെ ദീർഘമായ ഒരു ലിസ്റ്റാണ് അഭിവന്ദ്യ തിരുമേനി ഇവിടെ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതൊക്കെ നിങ്ങളുടെ വലിയ മനസ്സിൻ്റെ ഔദാര്യത്തിൻ്റെ നല്ല ഉദാഹരണങ്ങളാണ്. നിങ്ങൾ മനസ്സ് തുറന്ന് ഈ സഭയ്ക്ക് വേണ്ടി നൽകുന്നു എന്നോർത്ത് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ തുടർന്നും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയ്ക്ക് തുടർന്നും അവരുടെ മുമ്പോട്ടുള്ള നിങ്ങളുടെ പ്രയാണത്തിൽ കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്പമായുള്ള നമ്മുടെ ധ്യാനത്തിനായി ഇന്ന് നമ്മൾ സുവിശേഷ ഭാഗമായി വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൽ ഒടുവിലത്തെ ഒരു വാക്യം ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുന്നു. 19-ാമത്തെ വാക്യം: ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സഭ ഉണ്ടാവുന്നതിന് മുഖ്യ കാരണം ദൈവദാസനായ ഹെൻറി ബേക്കർ ജൂനിയറാണ്. അദ്ദേഹത്തിൻ്റെ മിഷൻ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഈ സഭയും ഇതിനോട് സമീപത്തുള്ള മറ്റ് സഭകളും ഒക്കെ. സഭയുടെ ചരിത്രം ഓർമ്മയുള്ളവർക്ക് അത് മനഃപ്പാഠമാണ്. അതുകൊണ്ട് ഒരു ജൂബിലി ആഘോഷിക്കുമ്പോൾ അവരെ സ്മരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന മിഷനാണ്, ദൗത്യമാണ്. കർത്താവ് ഹെൻറി ബേക്കർ ജൂനിയറിനെ ഇംഗ്ലണ്ടിലുള്ള ക്രൈസ്തവ സഭയെ ഏൽപ്പിച്ച ആ ദൗത്യം, അതിൻ്റെ ഫലമാണ് നിങ്ങളും ഞാനുമൊക്കെ. അപ്പോൾ ഇതുപോലെ ഉള്ള ഒരു ശുഭ മുഹൂർത്തത്തിൽ നാം ഓർക്കേണ്ടത്, ദൈവം നമ്മെ
ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ചാണ്, മിഷനെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് അറിവുള്ളവരാണ് നിങ്ങളെല്ലാവരും എന്ന് എനിക്കറിയാം. എങ്കിലും ഒരിക്കൽ കൂടെ നമ്മളെ തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് 175 വർഷം മുമ്പ് ഇവിടെ വന്ന് സുവിശേഷം പ്രസംഗിച്ച ഹെൻറി ബേക്കർ ജൂനിയർ മറ്റു മിഷണറിമാരുമൊക്കെ ജീവിച്ചിരുന്ന കാലമല്ല ഇത്. നമുക്ക് നന്നായി അറിയാവുന്നതാണ്. കാലം ഒരുപാട് മാറിപ്പോയി. അപ്പോൾ പുതിയ ഒരു ലോകത്തിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. അപ്പോൾ പുതിയ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ സഭയുടെ മിഷനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാം ഓർത്തിരിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു സത്യമാണ്, ആധുനിക കാലത്തെ സഭയുടെ മിഷനും പരമ്പരാഗതമായുള്ള സഭയുടെ മിഷനും തമ്മിൽ അടിസ്ഥാനപരമായ ബന്ധമുണ്ട്. ആധുനിക കാലത്തെ സഭയുടെ മിഷൻ, അതിൻ്റെ അടിസ്ഥാന വേര് മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ നാം ഇന്നും വായിച്ചു കേട്ടു. യേശു കർത്താവിൻ്റെ ആഹ്വാനമാണ്. ചിലപ്പോൾ അതേക്കുറിച്ച് പറയുന്നത് ദ ഗ്രേറ്റ് കമ്മീഷൻ. കർത്താവ് സഭയെ ഏൽപ്പിച്ച ഒരു വലിയ കമ്മീഷനാണ്, ദൗത്യമാണ് നാം ഈ സമയത്ത് ഓർക്കുന്നത്. ആ ദൗത്യം മുഖാന്തരമാണ് ഇന്ന് ഈ ദേവാലയത്തിൽ നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ഇടയായത്. അതുകൊണ്ട് സഭയുടെ പരമ്പരാഗതമായ ദൗത്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് മനഃപ്പാഠമാണ്. എന്നാൽ പരമ്പരാഗതമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ വളരെ ട്രഡീഷനായിട്ടുള്ള നമ്മളുടെ ദൗത്യം, അത് ഈ ആധുനിക കാലത്തേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ആധുനിക കാലത്തിന് അനുയോജ്യമായ രീതിയിൽ അതിനെ രൂപപ്പെടുത്തിയെടുക്കുവാൻ നമുക്ക് കഴിയണം. അതായത് ഇന്ന് നാം ജീവിക്കുന്ന കോണ്ടെക്സ്റ്റ്, ഇന്ന് നാം ജീവിക്കുന്ന ഈ സാഹചര്യമുണ്ടല്ലോ, അതിന് അനുസരിച്ച് സഭയുടെ ദൗത്യത്തെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിന് മാറ്റമില്ല, എന്നാൽ പ്രായോഗികമായി നാം അതെങ്ങനെ ആണ് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് സഭയുടെ ദൗത്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനേറ്റവും നല്ല ഉദാഹരണം, നമ്മൾ ഇന്ന് ആശുപത്രിയിൽ പോകുന്നു, ഏതെങ്കിലുമൊക്കെ അസുഖമുണ്ടായി പോകുന്നു എന്ന് വിചാരിക്കുക. ഉദാഹരണമായിട്ട് ഇവിടെ അധികം ദൂരെ അല്ലാത്ത ബേബി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സ്ലീബ ഹോസ്പിറ്റൽ, ഇങ്ങനെയുള്ള ആശുപത്രിയിൽ നമ്മൾ പോകുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ നമ്മൾ പോകുവാൻ അസുഖമൊന്നും വരാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. എന്നാൽ പോകുവാൻ ഒരു അവസരം ഉണ്ടാകുന്നെങ്കിൽ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി നമ്മുടെ രോഗം എന്താണ് എന്ന് നമുക്ക് അല്പമെങ്കിലും ഒരു ബോധ്യമുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു ഡോക്ടറെ പോയി കാണുക. ഉദാഹരണമായി ഒരു ഗർഭിണിയായ അമ്മയ്ക്ക് പ്രസവത്തിനായി ഹോസ്പിറ്റലിൽ പോകുന്നെങ്കിൽ ആരെയാണ് പോയി കാണുന്നത്? ഏതെങ്കിലും ഒരു ഡോക്ടറെ അല്ല പോയി കാണുന്നത്, ഒരു ഗൈനക്കോളജിസ്റ്റിനെയാണ്. കാരണം ഒരു സ്ത്രീയുടെയും പ്രസവത്തെ സംബന്ധിച്ചും വളരെ ആഴമായി പഠിച്ച് പരിശീലനം ലഭിച്ച ആളാണ് ഒരു ഗൈനക്കോളജിസ്റ്റ്.
അതല്ല, നിങ്ങളുടെ കുഞ്ഞിന് ഒരസുഖമുണ്ടായി എന്ന് വന്നാൽ നമ്മൾ ആരുടെ അടുക്കലാണ് പോകുന്നത്? നമ്മൾ പോകുന്നത് ഒരു പീഡിയാട്രീഷ്യൻ്റെ അടുക്കലാണ്, ഒരു ശിശുരോഗ വിദഗ്ധൻ്റെ അടുക്കലാണ്. കാരണം കുഞ്ഞുങ്ങളുടെ രോഗത്തെക്കുറിച്ച് അറിയാവുന്നതാണ്. അല്ല, നമുക്ക് ഷുഗറിൻ്റെ പ്രശ്നമുണ്ട്, ഡയബറ്റിക് ആണെങ്കിൽ നമ്മൾ പോകുന്നത് ആരുടെ അടുക്കലാണ്? നമ്മൾ ഡയബറ്റോളജിസ്റ്റിൻ്റെ അടുക്കലാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് സ്പെഷ്യലൈസേഷൻ്റെ കാലമാണ്. വലിയ വലിയ ആശുപത്രിയിലെല്ലാം സ്പെഷ്യലൈസേഷനാണ്, സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സാണ്. ഒരു രോഗത്തിന് ചികിത്സ ചെയ്യുന്ന ഡോക്ടർ ആ രോഗത്തിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. ക്യാൻസറിൻ്റെ സ്പെഷ്യലിസ്റ്റുണ്ട്, ഓങ്കോളജി പഠിച്ച ക്യാൻസറിൻ്റെ ആളുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കുന്ന ഈ കാലം സ്പെഷ്യലൈസേഷൻ്റെ കാലമാണ്. സ്പെഷ്യലൈസേഷൻ കാരണം സാങ്കേതികമായി നമ്മുടെ ലോകം വളരെ വളർന്നു. അതുകൊണ്ട് എല്ലാ മേഖലകളിലും സ്പെഷ്യലൈസേഷൻ വന്നു. അതുകൊണ്ട് എല്ലാ മേഖലയിലും സ്പെഷ്യലൈസേഷൻ വന്നതുപോലെ മിഷൻ മേഖലയിലും സ്പെഷ്യലൈസേഷൻ ഉണ്ടായി. ഒരാളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിക്കില്ല. പണ്ട് ഞാൻ ഓർക്കുന്നു, ഞാനൊരു കൊച്ചുകുട്ടിയായി സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അന്നും ഉണ്ടായിരുന്നു ഭൂമിശാസ്ത്രവും കണക്കും മറ്റ് സയൻസും ഒക്കെ അന്നുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചറായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ഒരു സ്കൂളിൽ ഞാൻ പഠിച്ച CMS LP സ്കൂളിലൊക്കെ 1-2 ടീച്ചേഴ്സേ ഉള്ളൂ. അവരെല്ലാ വിഷയവും പഠിപ്പിക്കാൻ പ്രാപ്തരായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല എന്ന് നിങ്ങൾക്കറിയാം. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഇടയിൽ അധ്യാപകരുണ്ട്. നിങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഓരോ വിഷയങ്ങളാണ്. എന്ന് പറഞ്ഞതുപോലെ ഇന്ന് സഭയിൽ കർത്താവ് ഏൽപ്പിച്ച ഈ വലിയ ദൗത്യത്തെ നമ്മൾ ഓരോ സ്പെഷ്യൽ കമ്പാർട്ട്മെൻറ്റിലാക്കി. കാരണം അങ്ങനെ ചെയ്തത് എന്തിനാണ്? കൂടുതൽ ഇഫക്റ്റീവ് ആകാൻ. എല്ലാ കാര്യങ്ങളും ഒരുപോലെ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് കൂടുതൽ പ്രയോജനപ്രദമാകണമെങ്കിൽ, ഇഫക്റ്റീവ് ആകണമെങ്കിൽ, ഫലപ്രദമാകണമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തെങ്കിലേ സാധിക്കും. അതുകൊണ്ട് സഭ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട മേഖലയാണ് എന്ന് ഓർപ്പിക്കുവാൻ മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഇന്ന് 175 വർഷം ആഘോഷിക്കുന്ന ഈ സഭ അതിലേതിലൊക്കെയാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്? സഭയുടെ ദൗത്യം ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യാൻ സാധിക്കില്ല, ഏതെങ്കിലും ചില കാര്യങ്ങൾ മാത്രം. അതുകൊണ്ട് ഞാൻ ഈ 5-6 കാര്യങ്ങൾ പറയുമ്പോൾ അതിലേതിലൊക്കെയാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത്, ഇനിയും ശ്രദ്ധ ചെലുത്താനായിട്ടുള്ളത് ഏതെങ്കിലും ഉണ്ടോ, അതെത്രമാത്രം ഫലപ്രദമായി ചെയ്യുന്നു എന്ന് മാത്രമാണ് അല്പമായി ഒന്ന് ഓർക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെ, യേശു കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകുവാൻ. അപ്പോൾ ഒന്നാമത്തേതിന് നിങ്ങൾക്ക് മനസ്സിൽ ഓർത്തിരിക്കാൻ ഞാനൊരു പദം ഉപയോഗിക്കാം, ആത്മീയമായിട്ടുള്ള ദൗത്യം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സ്പിരിച്വൽ മിഷൻ. അത് വിശ്വാസ സമൂഹത്തെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയമായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള മിഷനാണ്. അതിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. മുഖ്യമായിട്ട് സുവിശേഷം പ്രസംഗിക്കുക, പ്രൊക്ലെയിമിങ് ദ ഗോസ്പൽ. സുവിശേഷം പ്രസംഗിക്കുവാനാണ് കർത്താവ് ശിഷ്യന്മാരെ ഫലമേൽപ്പിച്ച ആ ഗ്രേറ്റ് കമ്മീഷൻ. അതായിരുന്നു യേശു പറഞ്ഞത്, നിങ്ങൾ പോയി സകല ജാതികളോടും ഈ സുവിശേഷം, യേശു കർത്താവ് ദൈവപുത്രനാണ്, രക്ഷകനാണെന്നുള്ള സത്യം പ്രസംഗിക്കുവാൻ കഴിയണം. അങ്ങനെ പ്രസംഗിച്ച് അവൻ്റെ ശിഷ്യന്മാരാക്കി തീർക്കുവാൻ ഉള്ള ദൗത്യമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, അങ്ങനെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവന്ന് വിശ്വാസത്തിൽ വളർത്തുവാൻ നമുക്ക് കഴിയണം.
ആ വിശ്വാസത്തിൽ വളർന്ന് നമ്മൾ ആത്മീയതയിൽ പക്വതയുള്ളവരായി ജീവിക്കാൻ നമുക്കിടെ കഴിയണം. ആരാധനയും പ്രാർത്ഥനയും ഒക്കെ പ്രോത്സാഹിപ്പിക്കാൻ. അപ്പോൾ ഒന്നാമത്തെ മിഷൻ സ്പിരിച്വൽ മിഷനാണ്. ഇത് നമ്മളോട് തന്നെ ചോദിക്കണം. ഈ ദൗത്യത്തിൽ കഴിഞ്ഞ 175 വർഷക്കാലം ഒരു സഭയായി നമ്മൾ ഇവിടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ ദൗത്യം എത്രമാത്രം നിറവേറ്റാൻ നമുക്ക് കഴിഞ്ഞു? ഇത് നമ്മളോട് തന്നെ ചോദിക്കാം. ഹെൻറി ബെക്കർ ഇവിടെ വന്ന് ഈ ദൗത്യം നിർവഹിച്ചത് കൊണ്ടാണ് നമ്മളിന്ന് ഈ ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പോൾ ഈ സ്പിരിച്വൽ മിഷൻ, സുവിശേഷം പ്രസംഗിക്കുക, യേശുവിൻ്റെ സാക്ഷികളായി ജീവിക്കുക എന്നുള്ള വലിയ ദൗത്യം നിർവഹിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നത് പോലെ വായു കൊണ്ടുള്ള പ്രസംഗമായിരിക്കാം, നമ്മുടെ ജീവിതം തന്നെ ഒരു സുവിശേഷമായിരിക്കാം, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ വീടുകളിലൊക്കെ കർത്താവിൻ്റെ നല്ല സാക്ഷികളായി ജീവിക്കുക, നമ്മുടെ കുടുംബം അതിനെ ശരിയായി പരിപാലിക്കുക. അപ്പോൾ ഈ ആത്മീയമായിട്ടുള്ള മിഷന് അതിലെത്രമാത്രം നമ്മൾ വിജയിച്ചു എന്നുള്ളത് നമ്മൾ സ്വയം ചോദിക്കണം. ഒരുപക്ഷെ ഈ സഭയായിട്ട് ഏതെങ്കിലും ഒരു മിഷൻ പ്രവർത്തനം നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടാവണം. അങ്ങ് വിദൂരതയിൽ ആന്ധ്രയിലോ മറ്റ് പ്രദേശങ്ങളിലോ വല്ലോ ഏറ്റെടുത്ത്, മഹായിടവ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ആയിട്ട് ഈ സെൻറ്റ് പീറ്റേഴ്സ് സഭയായിട്ട് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു മിഷൻ പ്രവർത്തനമുണ്ടോ എന്നുള്ളത് സ്വയം ചിന്തിക്കാൻ, ഈ മേഖലയിൽ കർത്താവിനെ സാക്ഷിക്കുന്ന ഈ ഒരു മേഖലയിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ഈ ജൂബിലി വർഷത്തിൽ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കണം എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് ആത്മീയമായിട്ട് വളരുക, ആത്മീയമായിട്ട് കർത്താവിൻ്റെ നല്ല സാക്ഷികളായി ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല കർത്താവ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. ഒരു വലിയ ഉത്തരവാദിത്വം കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, നമുക്ക് സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളോട്, ഈ ദേശത്തോട്, ഈ സമൂഹത്തോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എനിക്ക് മാത്രം വേണ്ടി ജീവിച്ചാൽ മതി, ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നല്ല ക്രൈസ്തവ വിശ്വാസവും ദൗത്യവും നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളുടെ ചുറ്റുപാടും ദരിദ്രരായിട്ടുള്ള ആളുകൾ കണ്ടേക്കാം, രോഗികളായിട്ടുള്ള ആളുകൾ കണ്ടേക്കാം, അവരെ ഭവനമില്ലാത്തവരെ ഉണ്ടായേക്കാം, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഉണ്ടായേക്കാം. അപ്പോൾ അവരെയൊക്കെ കരുതുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. അത് കർത്താവ് നമ്മളെ പഠിപ്പിച്ചതാണ്. ഈ ചെറിയ ഒരുവന് ചെയ്തത് എല്ലാം എനിക്കാണ് നിങ്ങൾ ചെയ്തത്. അപ്പോൾ യേശുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുന്ന ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ജീവിക്കുന്ന ഈ എരുമാപ്ര പ്രദേശത്ത്, അല്ലെങ്കിൽ ഈ മേലുകാവ് ഡയസിസിൽ, ഈ ദേശത്ത് പലതരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ നമുക്ക് അറിയാവുന്നവരാണ്. അതുകൊണ്ട് സഭയ്ക്ക് ആ ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. എന്നാൽ അതുമാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ സാധാരണ പറയുന്ന ചാരിറ്റി ഉണ്ടല്ലോ, എന്തെങ്കിലും പണം കൊടുത്ത് സഹായിക്കുക. അതുമാത്രമല്ല, സമൂഹത്തിനു വേണ്ടി നിലപാടെടുക്കാൻ നമുക്ക് കഴിയണം. നീതിക്ക് വേണ്ടി, സത്യത്തിന് നീതിക്ക് വേണ്ടി നിലകൊള്ളുവാൻ നമുക്ക് കഴിയണം. കാരണം മനുഷ്യൻ്റെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനോടൊക്കെ പ്രതികരിക്കുന്നത്? ഇപ്പോൾ പത്രങ്ങളിൽ വായിക്കുന്ന ഒരു മുഖ്യമായിട്ടുള്ള വിഷയം, ആശാ വർക്കർ ജോലിക്കാർ, അവർക്ക് ഗവൺമെൻറ് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ പണം, ഓണറേറിയം അവർക്ക് കൊടുക്കുന്നില്ല. വർഷങ്ങളായി കുടിശ്ശികയാണ്. അപ്പോൾ അവർ സെക്രട്ടേറിയറ്റും
മുമ്പിലും കളക്ട്രേറ്റ് മുമ്പിലുമൊക്കെ അവർ സമരം ചെയ്യുകയാണ്. അവർ സമരം ചെയ്യുമ്പോൾ നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. അതിൽ എല്ലാ മതസ്ഥരുമുണ്ട്, ക്രൈസ്തവരുമുണ്ട്. അപ്പോൾ നീതിക്ക് വേണ്ടി ഒരു സമൂഹം നിലവിളിക്കുമ്പോൾ നമ്മൾ കാഴ്ചക്കാരായി മാത്രം ഇരിക്കരുത്. നമുക്ക് സമൂഹത്തോടൊരു പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഇങ്ങനെ നീതിക്ക് വേണ്ടി പോരാടുന്നവരോടുള്ള നമ്മുടെ പ്രതികരണം എന്താണ്? ഏത് തരത്തിലുള്ളൊരു റെസ്പോൺസാണ് നമ്മൾ കൊടുക്കുന്നത്? എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നീതിക്ക് വേണ്ടി നിൽക്കുന്നത്? ഇത് വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ചെയ്യാൻ നമുക്ക് കഴിയണം. അത് ദൗത്യത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്കൊരു നീതിബോധമുണ്ടാവണം. ഈ നീതിബോധമില്ലെങ്കിൽ ദൗത്യം പരാജയപ്പെടുകയാണ്. ഈ നീതിബോധം ഉണ്ടാവുന്നത് എവിടെ നിന്ന് അറിയാമോ? നമുക്ക് വേണ്ടത് ഒരു ദൈവഭയമാണ്. ദൈവഭയമില്ലാത്ത ഒരു സമൂഹമായി നമ്മളുടെ CSI സഭ തീർന്നോ എന്ന് ചിലപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. കാരണം CSI സഭയുടെ ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എവിടെയാണ് നീതി? എവിടെയാണ്, എന്താണ് സംഭവിക്കുന്നത്? ഒരു സാമൂഹിക ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാറ്റിനുപരിയായി ദൈവഭയമില്ലാത്തവരായിരിക്കുന്നു. ദൈവഭയത്തിൽ നിന്നാണ് നീതിബോധം ഉണ്ടാകുന്നത്. നീതിക്ക് വേണ്ടി ഇത് പണത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. CSI ദുഃഖമുണ്ട് പറയുവാൻ, പക്ഷേ സംഭവിക്കുന്നതല്ലേ. അപ്പോൾ ദൗത്യമാണ് നമ്മളെ ഏൽപ്പിച്ച് നമ്മൾ വളരെ ശക്തിയോടുകൂടെ നമ്മൾ പ്രസംഗിക്കും ഇങ്ങനെ വേണമെന്ന്. എന്നാൽ നമ്മുടെ സ്വയം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതം മാത്രമല്ല, നമ്മുടെ സഭയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാനായിട്ട് നമുക്ക് കഴിയണം. വിവേചനത്തിനെതിരായി നമ്മൾ നിലകൊള്ളണം. എവിടെ വിവേചനമുണ്ടോ, ഇതിപ്പോൾ ആശാവർക്കർ എന്ന് പറയുന്ന പലരും പറയുന്നത് സ്ത്രീകൾ ബലഹീനരാണ്. സ്ത്രീകൾ ബലഹീനരായുണ്ട് അവരെ ഇടയിൽ അവർക്ക് വിവേചനം നൽകിയിരിക്കുകയാണ്. അവരെ വേണ്ടതുപോലെ കരുതുന്നില്ല. എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ, ഒരു ഇൻക്ലൂസീവായി എല്ലാവരെയും കരുതുവാൻ കഴിയുന്ന ഒരു മനോഭാവമാണ് ഈ സോഷ്യൽ മിഷനിലൂടെ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇത് സഭയുടെ ഉത്തരവാദിത്വം. നമ്മൾ വലിയ വേദശാസ്ത്രപരമായ പദപ്രയോഗങ്ങൾക്ക് ഉപയോഗിക്കുക മാത്രമല്ല, നമ്മുടെ സാധാരണ ജീവിതമാണ്. അവിടെ എങ്ങനെയാണ് സമൂഹവുമായിട്ടുള്ള നമ്മളുടെ ബന്ധം എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടതാണ്. മൂന്നാമത്തെ മേഖല എന്ന് പറയുന്നത് ക്രൈസ്തവർ നമ്മുടെ ദേശത്ത്, കേരളത്തിൽ അവരുടെ സംഖ്യ വളരെ ആണെങ്കിലും ഭാരതത്തിൽ ക്രൈസ്തവരുടെ എണ്ണം നമ്മളൊക്കെ മൈനോറിറ്റിയാണ്. എന്നാൽ ഈ മൈനോറിറ്റി ആയിരിക്കുന്ന നമ്മൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുവാനായിട്ടല്ല നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ എല്ലാവരുമായിട്ട് ചേർന്ന് പോകാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഇടയിൽ, നമ്മൾ ജീവിക്കുന്ന ദേശത്ത് അക്രൈസ്തവരായിട്ടുള്ള ആളുകളുണ്ട്, ഹൈന്ദവരായിട്ടുള്ള ആളുകളുണ്ട്, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ മറ്റ് സഭകളിലുള്ളവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു സമൂഹം വളരണമെങ്കിൽ അവിടെ ഐക്യമുണ്ടാവണം. ആർക്കും തമ്മിൽ വഴക്കടിച്ച് വളരാനൊക്കില്ല. എവിടെ അനൈക്യമുണ്ടാവുമോ അവിടെ ജനം തകരും, കുടുംബം തകരും. ഒരു കുടുംബത്തിൻ്റെ കാര്യം തന്നെ നിങ്ങൾ ചിന്തിച്ചോളൂ. ഈ കുടുംബം, അവിടെ ഐക്യം നഷ്ടപ്പെടുന്ന ആ കുടുംബം ഇല്ലാതാകും. അപ്പോൾ നമ്മളെ ഒന്നിച്ചു നിർത്തുവാനുള്ള ഒരു ചുമതല നമുക്കെല്ലാവർക്കും ഉണ്ട്. വർഷത്തിലൊരിക്കൽ നമ്മൾ സഭൈക്യ പ്രാർത്ഥനയും അങ്ങനെയുള്ള സമ്മേളനങ്ങളുമൊക്കെ നമ്മൾ നടത്താറുണ്ട്. എന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സഭയെ ഒന്നിച്ചു നിർത്തുവാൻ ആദ്യം നമുക്ക് കഴിയണം.
വിഭാഗീയത ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നിർഭാഗ്യവശാൽ ഇന്ന് വിഭാഗീയത കൂടി വരുന്നില്ലേ എന്ന് ഞാനും സംശയിക്കുകയാണ്. അതുകൊണ്ട് അത് നിലനിർത്താൻ ആവശ്യം എന്താണ്? ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കണം, പഠിക്കണം. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ള ആഴമേറിയ ബോധ്യം നമുക്കുണ്ടാവണം. നമ്മുടെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് നമുക്ക് ചിന്തയുണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ ഐക്യം നിലനിർത്താനായിട്ട് സാധിക്കൂ. നമ്മുടെ സഭ ഒരു ഐക്യസഭയാണ്, ഒരു യുണൈറ്റഡ് ചർച്ചാണ്, പല ആളുകൾ ചേർന്നുണ്ടായ ഒരു സഭയാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ഓർത്തിരിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ ഇന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഓരോ കുടുംബത്തിനുമുള്ള ഉത്തരവാദിത്തമാണ്. ആ കുടുംബത്തിനുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ഞാൻ മൂന്നാമത് ഒരു മിഷൻ്റെ മേഖല എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ മിഷനാണ്, വിദ്യാഭ്യാസപരമായിട്ടുള്ള മിഷനാണ്. മിഷണറിമാരിവിടെ ആദ്യം അവർ ആരംഭിച്ചത് പള്ളിക്കൂടങ്ങളായിരുന്നു, സ്കൂളുകളായിരുന്നു. അവർ സ്കൂളുകൾ ആരംഭിച്ച് അന്ധകാരത്തിലായിരുന്ന ഒരു സമൂഹത്തെ പ്രകാശത്തിലാക്കുവാൻ അവർക്ക് വിദ്യ അഭ്യസിക്കുവായിരുന്നു, വിദ്യാഭ്യാസം. അപ്പോൾ എഡ്യൂക്കേഷണൽ മിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. സഭയായിട്ട് മഹായിടവയായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. നിങ്ങളിവിടെ പലരും അധ്യാപകരാണ്. നമ്മുടെ മക്കൾ പലരും സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്നവരാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിലൊരു മുഖ്യമായിട്ടുള്ള ഘടകം ഞാൻ ഇന്ന് കാണുന്നത്, ഇപ്പോൾ ഇവിടെ ഈ പള്ളിയിലിരിക്കുന്ന എല്ലാവർക്കും അധ്യാപകരായിട്ടിരിക്കാനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായിരിക്കും. എന്നാൽ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉത്തരവാദിത്തം നമ്മുടെ ഭവനങ്ങളിലാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അതിനുള്ള കാരണം ഇന്നത്തെ സമൂഹത്തിൽ വന്നിരിക്കുന്ന അധപ്പതനമാണ്. എന്താ സംഭവിച്ചത്? ഓരോ ദിവസവും എടുത്ത് നിങ്ങൾ പത്രങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ വാർത്തകൾ കേൾക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് വാർത്തകൾ കേൾക്കും. ഇന്ന് ഈ കഴിഞ്ഞ 2-3 ദിവസം സംഭവിച്ചത് ഒരുപാട് കത്തിക്കുത്തും കൊലപാതകങ്ങളും ഒക്കെ നടന്നത് എവിടെയാണ്? സ്കൂളുകളിലാണ്. കുട്ടികളാണ് അധാർമികമായി പ്രവർത്തിക്കുന്നത്. ലഹരിക്ക് അടിമകളായ വിദ്യാർത്ഥികളുണ്ട്. MDMA മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ. ഇന്ന് ഇതൊക്കെ വളരെ സുലഭമായി ഇന്ന് സമൂഹത്തിൽ ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ ഈ സമൂഹം ഓരോ ദിവസവും അധപ്പതനത്തിലേക്ക് പോവുകയാണ്. എത്രമാത്രം ആളുകളാണ് കൊല്ലപ്പെടുന്നത്? ചുരുക്കം പറഞ്ഞാൽ ഈ സമൂഹത്തിൽ കുറ്റവാളികളുടെ എണ്ണം കൂടുകയാണ്. ഈ കുറ്റവാളികളിൽ ഇന്ന് ഒരു നല്ല പങ്ക് ആളുകൾ കുട്ടികളാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ ഞാൻ പറയും, ഇതിൽ പരാജയപ്പെട്ടത് മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ ധാർമ്മിക ബോധത്തിൽ കുട്ടികളെ വളർത്തുവാൻ പരാജയപ്പെട്ടു എന്ന് വേണം പറയുവാൻ. ശിശുക്കളായിരിക്കുമ്പോൾ തന്നെ നേരായ പാതയിൽ കുട്ടികളെ വളർത്തുവാൻ മാതാപിതാക്കൾ കഴിഞ്ഞെങ്കിൽ മാത്രമേ അവൻ ശരിയായ ഒരു പൗരനായി വളരുകയുള്ളൂ. വേദപുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ ഒരു കാലവും അവൻ പഠിച്ചത് മറക്കില്ല. അവിടെയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ എഡ്യൂക്കേഷണൽ മിഷൻ. നമ്മൾ സ്കൂളും കോളേജും ഒക്കെ അതിനൊക്കെ പ്രത്യേക സംവിധാനങ്ങളുണ്ട്. എന്നാൽ അടിസ്ഥാനപരമായ മൂല്യബോധം നൽകേണ്ടത് മാതാപിതാക്കന്മാരുടെ ചുമതലയാണ്. മാതാപിതാക്കന്മാർ പരാജയപ്പെടുന്നതുകൊണ്ട് കുടുംബം നശിക്കും, സമൂഹം നശിക്കും, പള്ളികൾ നശിക്കും. അതുകൊണ്ട് ഈ എഡ്യൂക്കേഷണൽ മിഷൻ എന്ന ഒരു വലിയ വാക്ക് നമ്മൾ ഉപയോഗിച്ചാലും ഉത്തരവാദിത്വം നമ്മുടേതാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മറക്കരുത്. അടുത്ത സമൂഹത്തെ വളർത്തിയെടുക്കുവാൻ ഒരു വലിയ ഉത്തരവാദിത്വം നമ്മൾ അച്ഛന്മാർക്കും ഉപദേശിമാർക്കും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും നിങ്ങളുടേതും എൻ്റേതുമാണ്. അവരെ ശരിയായ രീതിയിൽ നമ്മുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന ഉണ്ടാവണം, വേദപുസ്തകം വായിക്കണം, കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം,
വേദപുസ്തക മൂല്യങ്ങൾ എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയല്ലേ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത്? നമ്മുടെ ആ വല്യപ്പന്മാരൊക്കെ നമ്മളെ അടുത്ത് വിളിച്ചിരുത്തി നമ്മളോട് പറഞ്ഞ കഥകളൊക്കെ എന്താണ്? വേദപുസ്തകത്തിലെ കഥകളാണ്. അന്ന് കൊച്ചുങ്ങളായിരിക്കുമ്പോൾ തന്നെ കേട്ട കഥകൾ, അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇന്നും മനഃപ്പാടമില്ലേ? എന്തുകൊണ്ട്? അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിച്ചോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് സ്കൂളും കോളേജും നടത്തുക, അതൊക്കെ പ്രധാനപ്പെട്ടതാണ്, നടത്തിക്കണം, അതും ഭംഗിയായിട്ട് തന്നെ പോകണം. എന്നാൽ നമ്മുടെ മക്കളെ ധാർമ്മിക ബോധമുള്ളവരായി വളർത്തുവാനായിട്ടുള്ള ഉത്തരവാദിത്വം ഈ കർത്താവ് നമുക്ക് തന്ന ഈ ഗ്രേറ്റ് കമ്മീഷൻ്റെ ഭാഗമാണ്. നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം, നിങ്ങളെ യെരുശലേമിലും യഹൂദിയയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം, ഇവിടെ എല്ലാം കർത്താവിൻ്റെ സാക്ഷികളായിരിക്കുവാൻ കർത്താവ് നിങ്ങളെയും എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. അതിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. അടുത്ത മേഖല എന്ന് പറയുന്നത് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാനും. അങ്ങനെ ഒരു പദപ്രയോഗം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. എന്താണ്? ഹീലിംഗ് മിനിസ്ട്രി, ഒരു സൗഖ്യദായക ശുശ്രൂഷയും നമ്മുടെ. ഇന്ന് ലോകം രോഗം പിടിച്ചിരിക്കുകയാണ്. ഇന്ന് രോഗികളുടെ എണ്ണം കൂടുകയാണ്. ആ രോഗികളുടെ എണ്ണം കൂടുന്നത് ശാരീരികമായിട്ടുള്ള അസുഖമുള്ളവരുണ്ട്, മാനസികമായിട്ടുള്ള അസുഖമുള്ളവരുണ്ട്, ആത്മീയമായിട്ടുള്ള അസുഖമുള്ളവരുണ്ട്. അപ്പോൾ രോഗസൗഖ്യം നൽകുക എന്നുള്ളത് സഭയുടെ ഉത്തരവാദിത്വമാണ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സഭയുടെ ഉത്തരവാദിത്വമാണ്. രോഗികളായിട്ടുള്ളവർ എന്തുകൊണ്ട് രോഗമുള്ളവരായി തീർന്നു എന്നുള്ളത് കണ്ടെത്തുവാൻ നമുക്ക് കഴിയണം. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ ലഹരിക്കൊക്കെ അടിമകളായി രോഗികളായി മാറുന്നത് എന്തുകൊണ്ടാണെന്ന് മാതാപിതാക്കന്മാർ തിരിച്ചറിയണം, സഭ തിരിച്ചറിയണം. അപ്പോൾ അങ്ങനെ ഒരു രോഗമുക്ത സമൂഹമായി നമ്മൾ വളരണം. മദ്യം കഴിക്കുന്നവരാരും ഒരു സഭയിലുണ്ടാകാൻ പാടില്ല. ലഹരി ഉപയോഗിക്കുന്നവരാരും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് മുക്തരാക്കുവാനായുള്ള ശ്രമം സഭ നടത്തണം. ഇതെല്ലാം സഭയുടെ ദൗത്യമാണ്. പണ്ട് ഹെൻറി ബേക്കർ ജൂനിയർ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഈ ആധുനിക ലോകത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും അന്നില്ലായിരുന്നു. അന്നുള്ളത് നമ്മളൊക്കെ ഈ ലോകത്ത് അധികം സംസ്കാരമില്ലാത്തവരായി ജീവിച്ചു. അതിൽ നിന്ന് അവർ നമ്മെ കരയറ്റി. എന്നാൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, മോഡേൺ ടൈംസ് വേഴ്സസ് ട്രഡീഷണൽ എക്സ്പീരിയൻസ്. ആധുനിക ലോകം ഒരുപാട് മാറി. അങ്ങനെ ഒരുപാട് വർഷങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. നമ്മുടെയൊക്കെ ചെറുപ്പകാലം ഓർത്താൽ മതി. നമ്മുടെ ചെറുപ്പകാലം പോലെ അല്ലല്ലോ ഇന്ന്. അപ്പോൾ ഒരുപാട് ലോകം മാറി, സാഹചര്യങ്ങൾ മാറി, സ്വാധീനങ്ങൾ മാറി, നിലപാടുകൾ മാറി, രാഷ്ട്രീയം മാറി. ആ മാറ്റങ്ങളുടെ മധ്യത്തിലാണ് അടുത്ത തലമുറ വളരുന്നത്. ആ മാറ്റങ്ങളുടെ ഫലമായി പലരും രോഗികളായി തീരുകയാണ്. അവരുടെ വാല്യൂസ് നഷ്ടപ്പെട്ടു, രോഗികളായിത്തീരുന്നു. അപ്പോൾ സഭയുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത് നല്ല കെട്ടിടം പണിയുക, ഒക്കെ നല്ല കാര്യമാണ്. ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കണം. അപ്പോൾ എന്താണ് അടുത്ത തലമുറ? ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോഴത്തെ ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് സഭയുടെ മിഷനാണ്. അതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് ഇക്കോളജിക്കൽ മിഷൻ എന്നാണ്. അപ്പോൾ ഇക്കോളജിക്കൽ മിഷൻ നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യമുണ്ടോ? പ്രത്യേകിച്ച് ഈ വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എല്ലാ സഭകളും ആ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി ഒത്തിരി സഹായം ചെയ്തു. വീട് പണിത് കൊടുത്തു, വസ്ത്രങ്ങൾ കൊടുത്തു, വീട്ടു സാധനങ്ങളൊക്കെ കൊടുത്തു. അതൊക്കെ നല്ല ചാരിറ്റി. മുമ്പ് പറഞ്ഞാൽ ഒരുപാട് ചാരിറ്റി ചെയ്തു. എന്നാൽ അതിലേറെ ഈ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഈ കാട്ടിൽ നിന്ന് ഇപ്പോൾ വന്യജീവികൾ മനുഷ്യൻ്റെ ആവാസ കേന്ദ്രത്തിലേക്ക് വന്നിരിക്കുകയാണ്.
അതെന്തുകൊണ്ടാണ്? വനം നശിപ്പിക്കുന്ന, വനം കയ്യേറുന്നത് കൊണ്ട്. ഇതിന് ആ പ്രദേശങ്ങളിൽ, വടക്കൻ കേരളത്തിൽ ഉള്ള പ്രശ്നം, നമ്മുടെ നാട്ടിലെ ആ പ്രശ്നങ്ങൾ എങ്ങനെയാണ്? നമ്മുടെ കൃഷികളൊക്കെ നശിപ്പിക്കുന്ന വന്യജീവികൾ ഒരുപക്ഷെ ഞാൻ താമസിക്കുന്ന ആ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങി. കൃഷികളൊക്കെ വന്ന് വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നു. അപ്പോൾ സഭയ്ക്ക് ഒരു പരിസ്ഥിതി ബോധമുള്ള, അതൊരു മിഷനാണ്, സഭയുടെ ദൗത്യമാണ്. ആധുനിക കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ പരിസ്ഥിതിയെക്കുറിച്ചുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം. ഈ പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കരുതെന്നുള്ള ആഹ്വാനം സഭ പറഞ്ഞു തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ സഭയുടെ മിഷൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അങ്ങനെ എളുപ്പം പറഞ്ഞു തീർക്കാൻ ഒക്കുന്നതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഒരു പ്രശ്നം ഇന്ന് സഭയായിട്ട് അഭിമുഖീകരിക്കുന്നത് ഈ സാങ്കേതിക വിദ്യയിൽ സംഭവിച്ചിരിക്കുന്ന അതിൻ്റെ സ്വാധീനമാണ്. ഇന്ന് പല കുട്ടികളും മുതിർന്നവർ തന്നെ തെറ്റായ വഴിയിൽ പോകുന്നതിന് കാരണം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൊബൈലും കമ്പ്യൂട്ടറും ഈ ഡിജിറ്റൽ വേൾഡാണ്. നമ്മൾ ഡിജിറ്റൽ ലോകത്തിൻ്റെ അടിമകളായി തീർന്നിരിക്കും. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മൾക്ക് അതിൽ നിന്നുണ്ടാകുന്ന നന്മയേക്കാളേറെ ദോഷഫലങ്ങളാണ് അനുഭവിക്കുന്നു. അതുകൊണ്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അത് ശരിയായിട്ട് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയണം. അതിന് കുട്ടികളെ പഠിപ്പിക്കണം, മുതിർന്നവരതിന് നല്ല മാതൃകകളായിരിക്കണം. അല്ലെങ്കിൽ ഈ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ തെറ്റായ വഴിയിലേക്ക് നമ്മെ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഈ ഒരു ഒറ്റ കാര്യമാണ്: അഡാപ്റ്റ് ടു ചലഞ്ചസ്. ഇന്നത്തെ വെല്ലുവിളികൾ എന്താണെന്ന് തിരിച്ചറിയുക, അതിന് യോജിച്ച രീതിയിലുള്ള പ്രതിവിധികൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ മിഷൻ. അപ്പോൾ യേശു കർത്താവിനെ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാൻ എളുപ്പമാണ്. എന്നാൽ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ എന്താണെന്ന് തിരിച്ചറിയുവാൻ, വെല്ലുവിളികൾ മാത്രമല്ല, ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളും, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളും എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമ്മുടെ ദൗത്യത്തെ രൂപപ്പെടുത്തിയെടുക്കുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ അടിസ്ഥാന പ്രമാണങ്ങൾ മറന്നുപോകും. വി മസ്റ്റ് ബി ഫെയ്ത്ത്ഫുൾ ടു ദി കോർ വാല്യൂസ് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിൻ്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ കൈവിടാതെ ഈ കാലത്തിന് അനുസരണമായി നമ്മുടെ ദൗത്യത്തെ രൂപപ്പെടുത്തിയെടുക്കുവാൻ നമുക്ക് കഴിയും. ഹെൻറി ബേക്കർ ഇവിടെ വന്നത് ആ ഒരു ബോധമായിരുന്നു. അന്നത്തെ നമ്മൾ ജീവിച്ച ഈ എരുമാപ്പുറം മാത്രമല്ല, ഈ പ്രദേശത്തൊക്കെ ആവശ്യം എന്താണ് എന്ന് അദ്ദേഹവും മറ്റു മിഷണറിമാരും മനസ്സിലാക്കിയത് ഒരു പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസം തന്നെയായിരുന്നു. അവരതിൽ ഫോക്കസ് ചെയ്തു. അങ്ങനെയാണ് അതൊക്കെ ഒരു യാഥാർത്ഥ്യമായി തീർന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. നമുക്ക് ഏത് മേഖലയിലാണ് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത്? ഏത് മേഖലയിലാണ് നമ്മൾ വിട്ടുപോയത്? എവിടെയാണ് നമുക്കിനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത്? നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റായിട്ട് നമ്മൾ പറയുന്ന തടസ്സമുണ്ടല്ലോ, എന്താണ്? പണമില്ല. കർത്താവിൻ്റെ ദൗത്യം നിർവഹിക്കുന്നതിന് പണം ഒരു തടസ്സമല്ല എന്ന് നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം, ആ ബോധ്യം ഉണ്ടാവണം. പണമല്ല നമ്മുടെ പ്രശ്നം, അതിനുള്ള മോട്ടിവേഷനാണ്. ഒരു കാര്യം നമുക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ വ്യക്തിപരമായും കുടുംബമായി ചെയ്യുന്നെങ്കിൽ അതാണ് സഭയുടെ മിഷൻ. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. എരുമാപ്പറ CSI സെൻറ്റ് പീറ്റേഴ്സ് ഇടവക ദൈവത്താൽ അനുഗ്രഹീതമായൊരു സഭയാണ്. ഈ സഭയെ കഴിഞ്ഞ 175 വർഷക്കാലം ദൈവം തമ്പുരാൻ നടത്തി. ഇനി മുമ്പോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഈ ദൗത്യമാണ്. ആകയാൽ കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ട് ഞാൻ പറഞ്ഞതൊക്കെ അവരെ പഠിപ്പിച്ച് എൻ്റെ നാമത്തിൽ സുവിശേഷം പ്രസംഗിച്ച് അനേകരെ ശിഷ്യരാക്കി. ഈ ദൗത്യം മറന്നുപോകരുത്. അതിന് നമുക്ക് ധൈര്യം തരുന്ന ഒരു വാക്കോടുകൂടിയാണ് യേശു കർത്താവ് അവസാനിച്ചത്. കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട്. മറന്നുപോകരുത്.
ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, മുതിർന്നവരും കുഞ്ഞുങ്ങളും, യേശു എന്നോട് കൂടെ ഉണ്ട്, യേശു സെൻറ്റ് പീറ്റേഴ്സ് ഇടവയോട് കൂടെ ഉണ്ട്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം, ആ വിശ്വാസം നമുക്കുണ്ടാവണം. ആ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര തുടരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ജൂബിലിയുടെ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ.